ആൺവേഷത്തിൽ അമ്പലനടയിൽ അന്തിയുറക്കം. വിശപ്പടക്കാൻ ഇടയ്ക്ക് കിട്ടുന്ന നിവേദ്യം മാത്രം. ആദ്യം വന്നിറങ്ങുന്ന ആ ടൈമിൽ 2 ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് കിടന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും എന്നൊരു ഇത് തോന്നിയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഇവിടെ പെരുമ്പാവൂർ വന്നിറങ്ങുന്നത്. അവിടെ വന്നിട്ട് പെരുമ്പാവൂർ മുകളിലത്തെ സ്റ്റാൻഡിൽ ഒരു ദിവസം കിടന്നൊരു 3-4 മണിയൊക്കെ ഇപ്പോൾ ഭായിമാരുടെ തിക്കും തിരക്കും, പിന്നെ അവരുടെ ഈ സിഗരറ്റിൻ്റെയൊക്കെ പോകും. എനിക്ക് അതൊന്നും പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ബാഗും തൂക്കി നടന്നു ഇതുവഴി വന്നു. റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോഴാണ് ഇവിടെ ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട്, പ്രായമാരൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ കുഴപ്പമുണ്ടാവില്ല, സ്ഥിരമായിട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും, അപ്പോൾ ഇവിടെ കിടക്കാം. ആ ഒരു രീതിയിൽ ഞാൻ വന്നത് ഈ അപ്പം കിടക്കുന്ന ഇതാണ് എൻ്റെ മെയിൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ 2-3 ദിവസം പട്ടിണിയായിരിക്കും, വെള്ളം മാത്രം കിട്ടും, വെള്ളം കുടിക്കും. ജീവിതവും മൈതാനവും രജിതയ്ക്ക് രണ്ടല്ല. ക്രിക്കറ്റും കബഡിയും ഒക്കെ പോലെ ജീവിതത്തിലും വീണപ്പോഴെല്ലാം അവൾ എണീറ്റോടി. ഞാനിവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നൊക്കെ വെച്ചാൽ, ഞങ്ങളുടെ വീട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പോൾ കുടുംബ വീട്ടിൽ എല്ലാവരും ഭയങ്കര എതിർപ്പാണെന്ന് പറയുമ്പോൾ, അമ്മ മരണപ്പെടുന്നതെന്ന് പറയുമ്പോൾ സൂസൈഡ് ചെയ്യുന്നതാണ്. പിന്നെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, ടിപ്പർ ഡ്രൈവറാണ്. അപ്പോൾ ആ ഒരാളുടെ വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. ഞാൻ ഈ ഒരു ടോംബോയ് ടൈപ്പിൽ നടക്കുന്നതുകൊണ്ട് എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്താണ് മോളെ വളർത്തി വെച്ചേക്കുന്നത്, ആമ്പിളരെ പോലെയാണല്ലോ, ആണും പെണ്ണും കെട്ട വർഗം, അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്പോർട്സ് എന്ന് പറഞ്ഞ കാര്യത്തിന് ആരും മുന്നോക്കം കൊടുക്കത്തില്ല. അവിടെ ഒരു പെണ്ണിനെ അവർ കാണുമെന്ന് പറയുമ്പോൾ വീടിൻ്റെ അകത്ത് അടുക്കള ആ ഒരു ചുമരിൻ്റെ അകത്ത് കഴിഞ്ഞുകൂടണം, ആ ഒരു ടൈപ്പായിരുന്നു. എനിക്ക് അതിനോട് യോജിപ്പില്ലായിരുന്നു. പട്ടിണി കിടന്നാലും ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്ന വാശി. എന്നാൽ കൂട്ടുകാരുടെ ഉള്ളു പിടഞ്ഞാൽ ഓടിയെത്താൻ ആവേശവും. അവൾ തന്നെ ഞങ്ങളെ നയിക്കണമെന്ന് കലാലയം വിധിയെഴുതി. കുട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു ഇമോഷൻസോ അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ്സോ അറിയുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ കുട്ടു അതൊന്നും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. എന്നോട് കുറച്ച് അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ ഓപ്പണായി എല്ലാം പറയാൻ തുടങ്ങി. അപ്പം പറഞ്ഞ് അല്ലെ ഞാനങ്ങനെ കിടക്കലൊക്കെ ഈ 1-ാം മൈലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ, ആ ബസ് സ്റ്റോപ്പിൽ കിടക്കലുണ്ട്. അതുപോലെ അമ്പലത്തിൻ്റെ അവിടെ കുറേ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ട്, അവരുടെ കൂടെയൊക്കെയാണ് കിടക്കൽ, അവിടെ നിന്നാണ് ഫുഡ് കഴിക്കൽ. അങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളതനുസരിച്ച് ഫ്രണ്ടിലോട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ബാക്കി എല്ലാ കുട്ടികളെ പോലെ അല്ല, കോളേജിന് എല്ലാവർക്കും അത്രത്തോളം കാര്യമാണ് കുട്ടുവിനെ. രജിതയ്ക്ക് ഫ്യൂച്ചറിലും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. കാര്യം ഒരുപാട് കാലിബറുണ്ട്, അതിലേറെ വലിയൊരു വിൽ പവറുണ്ട് ആ കുട്ടിക്ക്. അതാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ കാര്യം. താരം എന്ന വിശേഷണം രജിതയ്ക്ക് അത്രമേൽ യോജിക്കുന്നു. ഉറ്റവരും ഉടയവരുമില്ലാതെ, സമൂഹത്തിന്റെ സൗകര്യങ്ങളൊന്നുമില്ലാതെ ഉള്ളിലെ തീഗോളത്തെ അവൾ കെടാതെ കാത്തു. ഒറ്റയ്ക്ക് പ്രകാശിക്കുന്ന പെൺകുട്ടി, അതെ, രജിതയാണ് യഥാർത്ഥ താരം. എന്നെ 9 വിളിച്ച ആൾക്കാർ വരെ ഉണ്ട് ഈ സൊസൈറ്റിയിൽ. അങ്ങനെ വിളിച്ച എന്നെ ആട്ടിപ്പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഞാൻ എന്താണെന്ന് എനിക്കറിയാം, അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ തന്നെയാണ്. അതിനവർ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ പെൺകുട്ടികളെന്ന എല്ലാ ജീവനും അവരുടേതായിട്ടുള്ള ഇഷ്ടമുണ്ട്. അതിനൊന്ന് മാനിക്കാൻ പഠിക്കണം, അത്രയേ ഉള്ളൂ. ചരിത്ര വിദ്യാർത്ഥിനിയാണ് രജിത. ചരിത്ര പഠനത്തോടൊപ്പം രജിത രചിക്കുന്നതൊക്കെയും ചരിത്രമായി മാറട്ടെ. ഈ പെൺകരുത്തിന് മുന്നിൽ ഒന്നുമല്ലെന്ന തികഞ്ഞ ബോധ്യത്തോടെ പെരുമ്പാവൂർ മാർത്തോമ വിമൻസ് കോളേജിൽ നിന്നും ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.